കൃഷ്ണാ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു. എല്ലാ പൂജകളും ഉച്ചപൂജയും കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. പൊന്നു ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. ഏ ഒരു ഇടത്തെ കുഞ്ഞിക്കാല് ഇങ്ങനെ നിലത്തുറപ്പിച്ചിട്ട് വലത്തെ കുഞ്ഞിക്കാല് ഇടത്തെ കുഞ്ഞിക്കാലിന്റെ മുകളിൽ ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്. ഏഹ് മുട്ടിന്റെ മുകളിലേക്കായിട്ടാ കയറ്റി വെച്ചിരിക്കുന്നത്, മുട്ടിന്റെ ആ ഭാഗത്തേക്കായിട്ട്. രണ്ട് കാലുമേലും പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കൊമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കണു. ഒരു മിടുക്കനൊരു ഉണ്ണി. ഏഹ് കണ്ടാൽ ആനന്ദം തന്നെ, ഒരു സംശയമില്ല. ഏഹ് കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മുല്ലമൊട്ടുമാല, ഒരു മാങ്ങാമാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാല, രണ്ടിന്റെ നടുവിലൊരു ഗോപി തിലകം. എല്ലാം നല്ല കൗതുകമുണ്ട്. എല്ലാം നെയ്വിളക്കിന്റെ ശോഭയിൽ തിളങ്ങണമുണ്ട് കേട്ടോ. കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കയ്യിലൊരു വെണ്ണുരുള പിടിച്ചിട്ടുണ്ട്. ഇടത്തെ കയ്യിലൊരു ഓടക്കോളിലും പിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നിൽക്കുന്നത്. നല്ല കൗതുകത്തില്. മിടുമിടുക്കനായിട്ടൊരു ഉണ്ണി. ചെവിയിലെ ചെവിപ്പൂക്കള്, നെറ്റിയിലെ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസം. ഏഹ് ഇപ്പൊ ഇങ്ങനെ നിന്നുകൊണ്ട് തന്നെയാണ്. എന്നാ ഇടത്തെ കാലിന്റെ മുടക്ക് വലത്തെ കാലം ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട് അതിന്. അങ്ങനെയാ നിൽക്കുന്നത്. പൊന്നും കിരീടം ചാർത്തിയുടെ പൊന്നും കിരീടത്തിന് നമ്മൾ രണ്ട് തിരുമുടി മാലകളാ. രണ്ട് തിരുമുടി മാലകൾ ഏകദേശം ഒരുപോലെ. വെളുത്ത പൂവും തെച്ചിപ്പൂവും ഇങ്ങനെ ഇടകലർന്ന നല്ല ഭംഗിയുള്ള ഏഹ് അതേപോലത്തെ ഒരു ഉണ്ടമാല കഴുത്തിലും ചാർത്തിയിട്ടുണ്ട്. തടിച്ചുരുണ്ടത് തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല. അതിങ്ങനെ വെളുത്ത പൂവ് തെച്ചിപ്പൂ ഇങ്ങനെ ഇടകലർന്ന നല്ല കടും ചുവപ്പ് തെച്ചി കേട്ടോ. അങ്ങനെ ഇടകലർന്ന നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല. പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃപ്പാദത്തിലേക്ക് എത്തുമ്പോഴേക്കും തുളസിപ്പൂവായിട്ട് അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല. ഒരു ഉണ്ടമാലയും രണ്ട് തിരുമുടി മാലയാണ് ചാർത്തിരിക്കുന്നത്. അതിൻ്റെ നടുവിലെ പൊന്നു ഗുരുവായൂരപ്പൻ വെണ്ണൂറിലെയും ഓടക്കൊഴിലും കിട്ടി. കണ്ണന് വേണ്ട രണ്ട് സാധനങ്ങളും കയ്യിലുണ്ട്. വെണ്ണൂറിലുണ്ട്, ഓടക്കൊഴിലുണ്ട്. പിന്നെ ഭക്തന്മാർ വരുമ്പോൾ ഇങ്ങനെ അനുഗ്രഹിക്കുക, അതിന് തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു ഉണ്ണിക്കണ്ണൻ. അങ്ങനെ ആ ശ്രീലകത്ത് നിൽക്കണം കേട്ടോ. അവർ തിരുമുടി മാലകളുടെ മോള് വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ ചാർത്തിട്ടുണ്ട്. ഒന്ന് നല്ല ചുവന്ന താമര കൊണ്ടുള്ള ഒരു ഉണ്ടമാല. ബാക്കിയെല്ലാം കണ്ണനെ പ്രിയപ്പെട്ട തുളസിപ്പൂ മാത്രം ഒരു 5 എണ്ണം. 5-6 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. നേത്രേന്ദ്രിയം കൊണ്ടമൃതാസ്വദിക്കാം, ചർമ്മേന്ദ്രിയം കൊണ്ടറിയാം സുഗന്ധം. എന്നാ യശോദയ്ക്ക് മനസ്സിലായി കണ്ണന്റെ മെയ് കണ്ടു പുണർന്ന നേരം. കലത്തിൽ നീന്തുന്നൊരു വെണ്ണ കിട്ടാൻ യശോദയായി കലഹിച്ചു കൃഷ്ണൻ. പയോധിയിൽ പൊന്തിയൊരമ്പിളിക്കായി വലാഹകം രാത്രിയോടെന്ന പോലെ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നു ഗുരുവായൂരപ്പൻ ഇടത്തെ കയ്യിലൊരു ഓടക്കൊഴും വലത്തെ കയ്യിലൊരു വെണ്ണുരുളയും പിടിച്ച് നല്ല സന്തോഷത്തോടു കൂടി നല്ല ഭംഗിയുണ്ട് ചാർത്തിയത് കാണാൻ. ഒരു മിടുമിടുക്കനൊരു ഉണ്ണി ആ വെണ്ണുരുളയും പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്, ഓടക്കൊഴും പിടിച്ചിട്ട്. ആ പൊന്നു ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കുക. എല്ലാവരെയും അനുഗ്രഹിക്കാൻ തയ്യാറായി കണ്ടാ നിൽക്കുന്നത്. ആ ഉദയാസ്തമന പൂജ എല്ലാം കഴിഞ്ഞ് പൂജകളെല്ലാം കഴിഞ്ഞ സന്തോഷത്തിലിരിക്കുക. ആ പൊന്നു ഗുരുവായൂരപ്പ ആ ആനന്ദക്കണ്ണൻ്റെ ആ തൃപ്പാദത്തിൽ വീണ് നമസ്കരിച്ച് ആ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം. എന്താ പുഞ്ചിരി എന്നാ വിചാരിച്ച് നല്ല സന്തോഷമാവും കണ്ടാൽ തന്നെ. മനസ്സിന് കുളിരാ കണ്ണൻ്റെ പുഞ്ചിരി. അങ്ങനെ പുഞ്ചിരി തൂക്കി നിൽക്കുന്ന ഒരു ഉണ്ണിക്കണ്ണൻ ശ്രീലകത്ത്. കരുണാകടാക്ഷത്തോടു കൂടി ഇതിൽ പറയാൻ എന്താ വേണ്ടത്? വേറെ ഒന്നും ആശ്രയിക്കണ്ട. നമുക്ക് കണ്ണനെ മാത്രം ആശ്രയിക്കാം. കണ്ണൻ്റെ തൃപ്പാദത്തിൽ വീണ് നമസ്കരിക്കല്ലേ, നാമം ജപിക്കല്ലേ നമുക്ക്. കണ്ണൻ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.